ഡോക്ടർ ഹാരിസ് ഈ സിസ്റ്റം ശരിയല്ല എന്ന് മന്ത്രിയെ കൊണ്ട് തന്നെ പറയിപ്പിക്കേണ്ടി വന്ന അല്ലെങ്കിൽ മന്ത്രിക്ക് തുറന്നു പറയേണ്ടി വരുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിച്ചതിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. സിസ്റ്റത്തിൽ ചില പോരായ്മകളുണ്ട്, വീഴ്ചകളുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയ വ്യക്തിയായിരുന്നു. അപ്പോൾ ആ ചൂണ്ടിക്കാട്ടലിന് ശേഷം അദ്ദേഹം നേരിടുന്ന വേട്ടയാടലുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അതുമായി ബന്ധപ്പെട്ട് ക്യാമറയ്ക്ക് മുന്നിൽ തന്നെ ഹാരിസിനെ കുറ്റക്കാരനെന്ന് കണ്ടെത്താൻ, തെറ്റ് ചെയ്തവനാണ് എന്ന് വരുത്താനുള്ള ചില നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്. ആരോഗ്യവകുപ്പിലെ സിസ്റ്റം എറർ ചൂണ്ടിക്കാട്ടിയ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ സംശയ നിഴലിൽ നിർത്തി ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രതിനിധികളാണ്. കാണാതായ ശസ്ത്രക്രിയാ ഉപകരണം ഹാരിസിന്റെ മുറിയിൽ നിന്ന് കിട്ടി എന്നതാണ് പ്രിൻസിപ്പൽ വ്യക്തമാക്കിയത്. അത് പുതുതായി വാങ്ങിച്ചുകൊണ്ട് വെച്ചതാകാം എന്ന തരത്തിലായിരുന്നു ആ വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അങ്ങനെ ഒരു വിചിത്രവാദവുമായി പ്രിൻസിപ്പലും ഒപ്പം തന്നെ സൂപ്രണ്ടും മാധ്യമങ്ങളെ കാണുന്നു. പക്ഷേ ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ അവർക്ക് പറ്റുന്നില്ല, വിശദീകരിക്കാൻ പറ്റുന്നില്ല. എന്താണ് ആ വാർത്താ സമ്മേളനത്തിന്റെ ഉദ്ദേശം എന്ന് പോലും വ്യക്തമാക്കാൻ അവർക്ക് സാധിക്കാതെ പോകുന്നത് കൂടി നമ്മൾ കണ്ടതാണ്. നാടകീയ വഴിത്തിരിവാണ് ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവരുടെ വാർത്താ സമ്മേളനത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. എന്താണ് അവർ വാർത്താ സമ്മേളനത്തിൽ പറയാൻ ഉദ്ദേശിച്ചത് എന്നത് കണ്ടതിന് ശേഷം തിരിച്ചെത്താം. അവിടെ ഞങ്ങൾ ഒരു ഉപകരണം കണ്ടു, അത് പരിശോധിച്ചു. ഞങ്ങൾ ഒരു വിധത്തിൽ ഒരു സെറ്റ് ചെയ്യുന്ന സമയത്താണ് ചെറിയൊരു സംശയം, അവിടെ വേറൊരു ബോക്സും കൂടി ഇരിക്കുന്നു. പക്ഷേ ആ ബോക്സ് മിനിഞ്ഞാന്ന് കണ്ടില്ലായിരുന്നു. അങ്ങനെ ഒരു ബോക്സും കൂടെ കണ്ടപ്പോൾ അതും കൂടെ നോക്കിയപ്പോൾ അതിൽ ചെറിയ രീതിയിലുള്ള ബില്ലുകളും കാര്യങ്ങളും കണ്ടപ്പോൾ അതിൽ എന്തോ അസ്വാഭാവികത ഉണ്ട് എന്ന് തോന്നുകയും അങ്ങനെയാണ് വിശദമായിട്ട് ആ റൂം പരിശോധിക്കാൻ വേണ്ടിക്കൊണ്ട് വീണ്ടും ഞങ്ങൾ കുറച്ച് നേരം ഇരിക്കുകയും അതിനുശേഷം ഞങ്ങൾ നോക്കുകയും അതിനെപ്പറ്റി മനസ്സിലാക്കി പരിശോധിച്ച് ശരിയായ രീതിയിൽ റിപ്പോർട്ട് സർക്കാരിന് നൽകണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അത് ഇന്നലെ അവസാനിപ്പിച്ചത്. ഇപ്പോൾ കാണാതായ ഉപകരണം കണ്ടെടുത്തു, യൂറോളജി വിഭാഗത്തിൽ നിന്നും കണ്ടെടുത്തു എന്നതാണ് ഇവർ പറയുന്നത്. ആ ഉപകരണം കണ്ടെടുത്തു, പക്ഷെ അതിൻ്റെ കൂടെ മറ്റൊരു ബോക്സിൽ നിന്നൊരു ബില്ല് കിട്ടി. അപ്പോൾ ഈ ഉപകരണം വാങ്ങി വെച്ചതായിരിക്കാം എന്ന ഒരു ലോജിക്കാണ് പറയുന്നത്. കാരണം ആദ്യം പറഞ്ഞ ആരോപണം അപ്പോൾ ശരി തന്നെയാണ്. മന്ത്രിയാണ് ആദ്യമായി പരസ്യമായി ഇത്തരം ഒരു ഉപകരണം കാണാനില്ല എന്ന ഒരു കാര്യവും ഹാരിസിനെ സംശയ നിഴലിലാക്കുന്ന ഒരു ആരോപണവും ഉന്നയിച്ചത്. അപ്പോൾ അത് ശരിയാണ് എന്ന് വരുത്തുന്നു. അതിനുശേഷം ഏതോ തട്ടിപ്പിലൂടെ കൃത്രിമം നടത്തി ആ സാധനം അവിടെ തിരികെ കൊണ്ടുവച്ചു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് ഇവർ നടത്തുന്നത്. പക്ഷേ ആ ശ്രമത്തിനിടയിൽ തന്നെ സൂപ്രണ്ടിന് ഒരു കോൾ വരുന്നു. അതിനുശേഷം പ്രിൻസിപ്പലിനോട് അത് സംസാരിക്കുന്നു. റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വരും. ഇതുവരെ വെളിച്ചം കാണാത്ത മാധ്യമങ്ങൾ ഒക്കെയും പല വിധത്തിൽ വിവരാവകാശ കമ്മീഷനിലെയും മറ്റും ചോദിച്ചിട്ടും പുറത്തു വരാത്ത ആ റിപ്പോർട്ടിന്റെ ഭാഗങ്ങൾ വായിക്കൂ എന്ന നിർബന്ധമുണ്ടാകുന്നു. ആ ഭാഗം മുകളിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞ നിർദ്ദേശപ്രകാരം വായിക്കുന്നത് കൂടി വാർത്താ സമ്മേളനത്തിൽ കണ്ടു. ഇതിൽ എഴുതിയിട്ടില്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. കമ്മിറ്റി സെൻറ്റേഡ് അബൌട്ട് ദ ടിഷ്യൂ ഇത് കമ്മിറ്റി റിപ്പോർട്ടാണ്. ടിഷ്യൂ മാസ് വിത്ത് മോഴ്സിലോസ്കോപ്പ് which was purchased utilizing Rs 12 lakhs from empty fund which was allegedly missing from the department. HODS agreed it is partly missing and however it is not a mission constantly used. These are the reports by വാർത്താ സമ്മേളനത്തിലെ ഉന്നതങ്ങളിൽ നിന്ന് സൂപ്രണ്ടിന് ഫോണിൽ നിർദ്ദേശം വരുന്നു. അതനുസരിച്ചാണ് ആ റിപ്പോർട്ടിലെ കുറ്റപ്പെടുത്തുന്ന ഭാഗം, ഹാരിസ് തന്നെ അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ഭാഗം പിന്നീട് പ്രിൻസിപ്പൽ വായിക്കുന്നത്. പ്രിൻസിപ്പലിനോട് ആവശ്യപ്പെട്ട പ്രകാരം ആ ഭാഗം വായിച്ച് അദ്ദേഹം പൂർത്തിയാക്കുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ ഈ ആരോപണത്തിന് മറുപടി ഡോക്ടർ ഹാരിസ് പറഞ്ഞിട്ടുണ്ട്. കൊറിയർ ബോക്സിൽ കണ്ടത് റിപ്പയർ ചെയ്യാനായി കൊണ്ടുപോയ നെഫ്രോസ്കോപ്പ് ആണെന്നാണ് ഹാരിസ് പറയുന്നത്. മെഡിക്കൽ ഓഫീസർമാരുടെ ഗ്രൂപ്പിലേക്കാണ് അദ്ദേഹം ഈ വിശദീകരണം കുറിപ്പ് ഇട്ടിരിക്കുന്നത്.
പറയുന്നത്. എന്തായാലും തുറന്നു പറഞ്ഞ സിസ്റ്റത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തുറന്നു പറഞ്ഞ, അതും പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി ആ ഒരു സത്യം തുറന്നു പറഞ്ഞ മനുഷ്യനെ കുടുക്കാനുള്ള ചില നീക്കങ്ങൾ നടക്കുന്നു എന്ന ആരോപണം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ഇപ്പോൾ ഈ വാർത്താ സമ്മേളനവും അതിനിടയിൽ നടന്ന ഈ നാടകീയ സംഭവങ്ങളുമൊക്കെ. ഹാരിസിനൊപ്പം എന്നാണ് KGMCTA പറയുന്നത്. ഹാരിസിനെ കുടുക്കാനാണോ ശ്രമമെന്ന് എല്ലാവർക്കും സംശയമുണ്ട്. HODയുടെ സാന്നിധ്യത്തിൽ പരിശോധന നടത്തിയിട്ടില്ല. സ്വതന്ത്ര അന്വേഷണം വേണം. ഇതിനായി ആരോഗ്യമന്ത്രിക്ക് കത്ത് നൽകും എന്നുമാണ് KGMCTA പറയുന്നത്. അപ്പോൾ ഡോക്ടർമാരുടെ സംഘടന ഹാരിസിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. നോക്കൂ, ആ മേധാവി ആ സ്ഥലത്തില്ലാത്ത സമയത്താണ് ഇങ്ങനെ ഒരു തെളിവെടുപ്പ് അവിടെ നടക്കുന്നത്. അത് നിയമപരമാണോ എന്ന വലിയ ചോദ്യങ്ങൾ ഉയരുകയാണ്. മാത്രവുമല്ല, അവിടെ നിന്ന് കണ്ടെടുത്തു എന്ന് പറയുന്നു, വീഡിയോ ദൃശ്യങ്ങളിൽ ഒരാൾ അവിടെ എത്തിയെന്ന് പറയുന്നു. അങ്ങനെ സംശയത്തിന്റെ കുറേയധികം ചോദ്യങ്ങൾ മുന്നിലോട്ടിടുകയാണ്. അപ്പോൾ ഈ നടപടിക്രമങ്ങൾ, ഇങ്ങനെ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ വേണ്ട വിധത്തിലാണോ നടന്നത്? ഹാരിസിനെ മനഃപൂർവ്വം കുടുക്കാനുള്ള ശ്രമങ്ങളാണോ നടക്കുന്നത് എന്ന സംശയം ഇത് ബലപ്പെടുത്തുകയാണ്. ഈ വിഷയത്തിൽ പ്രതിപക്ഷം അതിശക്തമായി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ഹാരിസിനെ സംരക്ഷിക്കുമെന്നതാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സൂചിപ്പിച്ചത്. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടക്കുന്നുണ്ട്. ഡോക്ടറുടെ മേൽ ഒരു നുള്ള് മണ്ണ് വീഴാൻ അനുവദിക്കില്ല എന്നുമാണ് VD സതീശൻ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. എന്തായാലും ഹാരിസിനെ കുടുക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന ആരോപണം നേരത്തെ തന്നെ ഉണ്ടായതാണ്. അതിന് പിന്നാലെയാണ് ഇത്തരം നാടകീയമായ നീക്കങ്ങളും വാർത്താ സമ്മേളനങ്ങളും അതിനിടയിൽ ചില നിർദ്ദേശങ്ങൾ വരുന്നതും കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള റിപ്പോർട്ടിലെ ഭാഗങ്ങൾ വായിക്കപ്പെടുന്നതുമൊക്കെ. ഇതൊക്കെ വിശദീകരിക്കപ്പെടേണ്ടതാണ്. എന്തായാലും സിസ്റ്റത്തിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടാൽ അത് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് ഒരു സർക്കാർ അതിനെ നല്ല ഉദ്ദേശത്തോടു കൂടി കണ്ട് ചെയ്യേണ്ടുന്ന കാര്യം. അതിന് പകരം ആരോപണം ഉന്നയിച്ച അല്ലെങ്കിൽ പരാതി പറഞ്ഞ മനുഷ്യനെ കുടുക്കാനുള്ള നീക്കം എന്നത് അംഗീകരിക്കാനാകാത്തതാണ്. എന്താണ് ഇതിൽ സംഭവിക്കുന്നത് എന്നത് കാത്തിരുന്ന് തന്നെ കാണാം.